കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയിൽ നിന്നും കണ്ണപുരം ദേശത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ. തുറന്നിട്ട ജാലകത്തിലൂടെ ക്യാമറ പുറത്തേക്ക് വച്ച് സുന്ദരമായ നിരത്തുകളുടെ അവിസ്മരണീയമായ കാഴ്ചകൾ പകർത്തുകയായിരുന്നു. മാങ്ങാട്ടുപറമ്പിലെ KAP ക്യാമ്പിനടുത്ത് നിന്നും യാത്ര ആരംഭിച്ചപ്പോൾ എന്നെ സ്വാഗതം ചെയ്തത് പുരാതന രീതിയിലുള്ള സൈക്കിൾ റിക്ഷയുമായി വന്ന 2 ഉത്തരേന്ത്യൻ യുവാക്കളായിരുന്നു. മലയാളം മാത്രം സംസാരിക്കുന്ന എൻ്റെ ഡ്രൈവർ എന്നെ കൊണ്ടെത്തിച്ചത് കുഴികളാൽ സമ്പന്നമായ ഉഴക്രോം കവലയിലേക്കായിരുന്നു. 3 കൂടി ചേർന്ന ഈ കവലയിൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് 300ഓളം വരുന്ന ചെറുതും വലുതുമായ കുഴികളായിരുന്നു. ഉഴക്രോം കവല കഴിഞ്ഞ് കുറച്ചു ദൂരം പിന്നിടുമ്പോഴാണ് പല വർണ്ണങ്ങളാൽ അലങ്കരിച്ച സ്കൂളിന് മുന്നിലായി കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ കുഴി കാണാൻ സാധിച്ചത്. 20ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് നവീകരിച്ച് പുനർനിർമ്മിച്ച ഈ റോഡ് പിന്നീട് ഇതുവരെ ടാർ ചെയ്യാത്തതിൻ്റെ പേരിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്കുള്ള കണ്ണൂരിൻ്റെ സംഭാവനയായി മാറുന്നു. ചിത്രാഗേറ്റിന് സമീപമായി പൂവാലന്മാരെ വീഴ്ത്താനുള്ള സർക്കാരിൻ്റെ നൂതന സംവിധാനമായ പൂവാലൻ കുഴി കണ്ണിന് ഒരു പുതുക്കാഴ്ചയായി. അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും പീടികകളുടെയും നാടായിരുന്നു 5ാം പീടിക. കപ്പോത്തുകാവ്, മോറാഴ, SI മുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ വാണിജ്യാവശ്യങ്ങൾക്കായി സമീപിക്കുന്ന 5ാം പീടിക ദേശം ഇന്നറിയപ്പെടുന്നത് കണ്ണാടിച്ചോലയുടെ പേരിലാണ്. ഗതാഗത വകുപ്പും റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും വാഹനങ്ങളുടെ വേഗത ഗണ്യമായി കുറച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കുഴി രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്കറുകളാണ് ഈ റോഡിൻ്റെ ഒരാകർഷണീയത. പരിസരവാസികളുടെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി റോഡിനോട് ചേർന്ന് കിടക്കുന്ന ജലസംഭരണികളാണ് ഇവിടുത്തെ മറ്റൊരാകർഷണീയത. എൻ്റെ അടുത്ത ലക്ഷ്യം പാളയത്തോളപ്പായിരുന്നു. പോകുന്ന വഴിയിൽ ചന്ദ്രോപരിതലത്തിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ശൃംഗങ്ങളും ഗർത്തങ്ങളും എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചു. എന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു മോട്ടോർ അഭ്യാസിയെപ്പോലെ കുഴികൾ മറികടന്നുപോയ യാത്രക്കാരൻ എന്നിൽ കൗതുകമുളവാക്കി. സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന വള്ളിത്തോടിലെ റോഡിന് സമാന്തരമായി ഒഴുകുന്ന പുഴയും പുഴയിലെ ജലസേചന സംവിധാനവും മോഹൻജദാരോ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. പ്രദേശത്തെ വായുമലിനീകരണം കുറയ്ക്കുന്നതിനും പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ റോഡും റോഡിലെ കുഴികളും വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഡ്രൈവറുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം പ്രകടമായത്. അത് അദ്ദേഹത്തിൻ്റെ നാടായിരുന്നു അത്രേ. ഏകദേശം 7 കിലോമീറ്ററോളം ദൈർഘ്യമാർന്ന എൻ്റെ ഇന്നത്തെ യാത്ര കണ്ണപുരം ദേശത്തേക്ക് എത്താറായി കഴിഞ്ഞു. യാത്ര അവസാനിപ്പിക്കാറായപ്പോൾ തമാശ രൂപേണെ ഞാൻ എൻ്റെ ഡ്രൈവറോട് ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾ എങ്ങനെയാണ് ഇതുപോലെ ഈ റോഡുകൾ സംരക്ഷിച്ചു പോരുന്നത്? അപ്പോൾ നിറപുഞ്ചിരിയോടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടുത്തെ റോഡുകളൊക്കെ ഇങ്ങനെയാണത്രേ. നമുക്ക് റോഡേ വേണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത്, റോഡിലുള്ള കുഴികൾ വേണ്ട. വാഴ, തേങ്ങ ഈ കുഴികളിൽ വയ്ക്കണ്ട. റോഡ് പണി കഴിഞ്ഞ ഉടൻ മറ്റു പരിപാടികൾക്കായി റോഡ് പൊളിക്കുന്ന പരിപാടി വേണ്ട.